ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗലാത്യ അധ്യായം 3 ശീർഷകമെന്ത്? ഓപ്ഷൻ എ നിയമവും വാഗ്ദാനവും, ഓപ്ഷൻ ബി നിയമത്തിന്റെ ഉദ്ദേശം, ഓപ്ഷൻ സി നിയമമോ വിശ്വാസമോ, ഓപ്ഷൻ ഡി അഭിപ്രായ ഭിന്നത. ഉത്തരം ഓപ്ഷൻ സി നിയമമോ വിശ്വാസമോ. ഗലാത്യക്കാരെ ഭോഷന്മാരെ എന്ന് അഭിസംബോധന ചെയ്യുന്ന അധ്യായവും വാക്യവും ഏത്? ഓപ്ഷൻ എ 3:1, ഓപ്ഷൻ ബി 3:2, ഓപ്ഷൻ സി 3:3, ഓപ്ഷൻ ഡി 3:4. ഉത്തരം ഓപ്ഷൻ എ 3:1. ഭോഷന്മാരായ ഗലാത്യക്കാരെ ഡാഷ് നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? ഓപ്ഷൻ എ യേശുക്രിസ്തു, ഓപ്ഷൻ ബി ക്രിസ്തു, ഓപ്ഷൻ സി കർത്താവ്, ഓപ്ഷൻ ഡി യേശു. ഉത്തരം ഓപ്ഷൻ എ യേശു ക്രിസ്തു. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിന്റെ അനുഷ്ഠാനത്തിലോ അതോ ഡാഷ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ അനുസരണം, ഓപ്ഷൻ ബി വിശ്വാസം, ഓപ്ഷൻ സി വിശ്വാസത്തിന്റെ അനുസരണം, ഓപ്ഷൻ ഡി സുവിശേഷം. ഉത്തരം ഓപ്ഷൻ സി വിശ്വാസത്തിന്റെ അനുസരണം. എന്തിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? ഓപ്ഷൻ എ ഹൃദയത്തിൽ, ഓപ്ഷൻ ബി ദൈവത്തിൽ, ഓപ്ഷൻ സി ആത്മാവിൽ, ഓപ്ഷൻ ഡി ക്രിസ്തുവിൽ. ഉത്തരം ഓപ്ഷൻ സി ആത്മാവിൽ. നിങ്ങൾ സഹിച്ചവയത്രയും വ്യർത്ഥമായിരുന്നുവോ? തീർത്തും ഡാഷ്. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ നിരർത്ഥകം, ഓപ്ഷൻ ബി വ്യർത്ഥം, ഓപ്ഷൻ സി ശൂന്യം, ഓപ്ഷൻ ഡി ഭോഷത്വം. ഉത്തരം ഓപ്ഷൻ ബി വ്യർത്ഥം. നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ എന്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ നിയമാനുഷ്ഠാനം നിമിത്തമോ അതോ നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? ഓപ്ഷൻ എ അടയാളങ്ങൾ, ഓപ്ഷൻ ബി അത്ഭുതങ്ങൾ, ഓപ്ഷൻ സി വിസ്മയങ്ങൾ, ഓപ്ഷൻ ഡി ആശ്ചര്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി അത്ഭുതങ്ങൾ. ആര് തന്നെയും ദൈവത്തെ വിശ്വസിച്ചു? ഓപ്ഷൻ എ ഇസ്ഹാക്ക്, ഓപ്ഷൻ ബി യാക്കോബ്, ഓപ്ഷൻ സി അബ്രഹാം, ഓപ്ഷൻ ഡി നോഹ. ഉത്തരം ഓപ്ഷൻ സി അബ്രഹാം. അബ്രഹാം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു. അത് അവന് എന്തായി പരിഗണിക്കപ്പെട്ടു? ഓപ്ഷൻ എ നീതിയായി, ഓപ്ഷൻ ബി നന്മയായി, ഓപ്ഷൻ സി ന്യായമായി, ഓപ്ഷൻ ഡി യുക്തിയായി. ഉത്തരം ഓപ്ഷൻ എ നീതിയായി. അബ്രഹത്തിന്റെ മക്കൾ എങ്ങനെയുള്ളവരാണ്? ഓപ്ഷൻ എ സ്നേഹമുള്ളവരാണ്, ഓപ്ഷൻ ബി നന്മയുള്ളവരാണ്, ഓപ്ഷൻ സി വിശ്വാസമുള്ളവരാണ്, ഓപ്ഷൻ ഡി നീതിയുള്ളവരാണ്. ഉത്തരം ഓപ്ഷൻ സി വിശ്വാസം ഉള്ളവരാണ്. വിജാതീയരെ ദൈവം എന്തുവഴി നീതീകരിക്കും? ഓപ്ഷൻ എ വിശ്വാസം, ഓപ്ഷൻ ബി നന്മ, ഓപ്ഷൻ സി ന്യായം, ഓപ്ഷൻ ഡി യുക്തി. ഉത്തരം ഓപ്ഷൻ എ വിശ്വാസം. വിജാതീയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടത് എന്തിൽ? ഓപ്ഷൻ എ സുവിശേഷത്തിൽ, ഓപ്ഷൻ ബി വചനത്തിൽ, ഓപ്ഷൻ സി വിശുദ്ധ ഗ്രന്ഥത്തിൽ, ഓപ്ഷൻ ഡി യേശുവിൻ്റെ സുവിശേഷത്തിൽ. ഉത്തരം ഓപ്ഷൻ സി വിശുദ്ധ ഗ്രന്ഥത്തിൽ. അബ്രഹത്തെ അറിയിച്ച സദ്വാർത്ത എന്തായിരുന്നു? ഓപ്ഷൻ എ അനേകം സന്താനങ്ങൾ ഉണ്ടാകും, ഓപ്ഷൻ ബി നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും, ഓപ്ഷൻ സി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സന്താനങ്ങൾ ഉണ്ടാകും, ഓപ്ഷൻ ഡി കടലിലെ മണൽത്തരി പോലെ സന്താനങ്ങൾ ഉണ്ടാകും. ഉത്തരം ഓപ്ഷൻ ബി നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും. ആകയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രഹത്തോടൊത്ത് എന്തു പ്രാപിക്കുന്നു? ഓപ്ഷൻ എ നന്മ, ഓപ്ഷൻ ബി നിത്യജീവൻ, ഓപ്ഷൻ സി കൃപാവരം, ഓപ്ഷൻ ഡി അനുഗ്രഹം. ഉത്തരം ഓപ്ഷൻ ഡി അനുഗ്രഹം. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയിക്കുന്ന എല്ലാവരും എന്തിന് വിധേയരാണ്? ഓപ്ഷൻ എ തിന്മയ്ക്ക്, ഓപ്ഷൻ ബി പാപത്തിന്, ഓപ്ഷൻ സി ശാപത്തിന്, ഓപ്ഷൻ ഡി ദോഷത്തിന്. ഉത്തരം ഓപ്ഷൻ സി ശാപത്തിന്. എന്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്? ഓപ്ഷൻ എ വിശുദ്ധ ഗ്രന്ഥത്തിൽ, ഓപ്ഷൻ ബി സുവിശേഷത്തിൽ, ഓപ്ഷൻ സി വചനത്തിൽ, ഓപ്ഷൻ ഡി നിയമഗ്രന്ഥത്തിൽ. ഉത്തരം ഓപ്ഷൻ ഡി നിയമഗ്രന്ഥത്തിൽ. ഒരുവനും ദൈവസന്നിധിയിൽ എന്തുവഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്? ഓപ്ഷൻ എ നീതി വഴി, ഓപ്ഷൻ ബി നിയമം വഴി, ഓപ്ഷൻ സി ന്യായം വഴി, ഓപ്ഷൻ ഡി യുക്തി വഴി. ഉത്തരം ഓപ്ഷൻ ബി നിയമം വഴി. ആരാണ് വിശ്വാസം വഴി ജീവിക്കുന്നത്? ഓപ്ഷൻ എ നന്മയുള്ളവൻ, ഓപ്ഷൻ ബി നീതിമാൻ, ഓപ്ഷൻ സി ദയയുള്ളവൻ, ഓപ്ഷൻ ഡി കരുണയുള്ളവൻ. ഉത്തരം ഓപ്ഷൻ ബി നീതിമാൻ. എന്തിന്റെ അടിസ്ഥാനം വിശ്വാസമല്ല എന്നാണ് പറയുന്നത്? ഓപ്ഷൻ എ നീതിയുടെ,
ഓപ്ഷൻ ബി നിയമത്തിൻ്റെ, ഓപ്ഷൻ സി ന്യായത്തിൻ്റെ, ഓപ്ഷൻ ഡി യുക്തിയുടെ. ഉത്തരം ഓപ്ഷൻ ബി നിയമത്തിൻ്റെ. എന്ത് അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും? ഓപ്ഷൻ എ നീതി, ഓപ്ഷൻ ബി നിയമം, ഓപ്ഷൻ സി ന്യായം, ഓപ്ഷൻ ഡി യുക്തി. ഉത്തരം ഓപ്ഷൻ ബി നിയമം. ക്രിസ്തു നമ്മെ പ്രതിശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് എന്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു? ഓപ്ഷൻ എ പാപത്തിൻ്റെ, ഓപ്ഷൻ ബി തിന്മയുടെ, ഓപ്ഷൻ സി നിയമത്തിൻ്റെ, ഓപ്ഷൻ ഡി അന്ധകാരത്തിൻ്റെ. ഉത്തരം ഓപ്ഷൻ സി നിയമത്തിൻ്റെ. ആര് ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു? ഓപ്ഷൻ എ തിന്മ ചെയ്യുന്നവൻ, ഓപ്ഷൻ ബി കുരിശിൽ തൂക്കപ്പെടുന്നവൻ, ഓപ്ഷൻ സി മരത്തിൽ തൂക്കപ്പെടുന്നവൻ, ഓപ്ഷൻ ഡി ദുഷ്ടത പ്രവർത്തിക്കുന്നവൻ. ഉത്തരം ഓപ്ഷൻ സി മരത്തിൽ തൂക്കപ്പെടുന്നവൻ. അബ്രഹാത്തിന് ലഭിച്ച അനുഗ്രഹം ആരു വഴിയാണ് വിജാതീയരിലേക്ക് വ്യാപിക്കേണ്ടത്? ഓപ്ഷൻ എ യേശുക്രിസ്തു വഴി, ഓപ്ഷൻ ബി ക്രിസ്തു വഴി, ഓപ്ഷൻ സി യേശു വഴി, ഓപ്ഷൻ ഡി കർത്താവ് വഴി. ഉത്തരം ഓപ്ഷൻ എ യേശുക്രിസ്തു വഴി. എന്തിൻ്റെ വാഗ്ദാനമാണ് വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടത്? ഓപ്ഷൻ എ പരിശുദ്ധാത്മാവിൻ്റെ, ഓപ്ഷൻ ബി ക്രിസ്തുവിൻ്റെ, ഓപ്ഷൻ സി ആത്മാവിൻ്റെ, ഓപ്ഷൻ ഡി ദൈവത്തിൻ്റെ. ഉത്തരം ഓപ്ഷൻ സി ആത്മാവിൻ്റെ. ഗലാത്തിയ 3-ാം അധ്യായത്തിൽ രണ്ടാമത്തെ ശീർഷകം എന്ത്? ഓപ്ഷൻ എ നിയമവും വാഗ്ദാനവും, ഓപ്ഷൻ ബി നിയമത്തിൻ്റെ ഉദ്ദേശം, ഓപ്ഷൻ സി നിയമമോ വിശ്വാസമോ, ഓപ്ഷൻ ഡി അഭിപ്രായ ഭിന്നത. ഉത്തരം ഓപ്ഷൻ എ നിയമവും വാഗ്ദാനവും. ഒരുവന്റെ എന്ത് ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. ഓപ്ഷൻ എ വ്യവസ്ഥ, ഓപ്ഷൻ ബി സന്ധി, ഓപ്ഷൻ സി ഉടമ്പടി, ഓപ്ഷൻ ഡി വാഗ്ദാന ഉടമ്പടി. ഉത്തരം ഓപ്ഷൻ സി ഉടമ്പടി. വാഗ്ദാനങ്ങൾ ലഭിച്ചത് ആർക്കും സന്തതികൾക്കുമാണ്? ഓപ്ഷൻ എ അബ്രഹത്തിന്, ഓപ്ഷൻ ബി ഇസഹാക്കിനും, ഓപ്ഷൻ സി യാക്കോബിനും, ഓപ്ഷൻ ഡി നോഹയ്ക്കും. ഉത്തരം ഓപ്ഷൻ എ അബ്രഹത്തിനും സന്തതികൾക്കും. പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പ്രത്യേക ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരെ ഉദ്ദേശിച്ചാണ്? ഓപ്ഷൻ എ യേശു ക്രിസ്തു, ഓപ്ഷൻ ബി ക്രിസ്തു, ഓപ്ഷൻ സി യേശു, ഓപ്ഷൻ ഡി കർത്താവ്. ഉത്തരം ഓപ്ഷൻ ബി ക്രിസ്തു. എത്ര വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച ഉടമ്പടിയെ, വാഗ്ദാനത്തെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കുകയില്ല? ഓപ്ഷൻ എ 431, ഓപ്ഷൻ ബി 430, ഓപ്ഷൻ സി 432, ഓപ്ഷൻ ഡി 438. ഉത്തരം ഓപ്ഷൻ ബി 430. എന്തെന്നാൽ ഡാഷ് നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കുകയില്ല. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ അവകാശം, ഓപ്ഷൻ ബി അധികാരം, ഓപ്ഷൻ സി പാരമ്പര്യ അവകാശം, ഓപ്ഷൻ ഡി പാരമ്പര്യ അധികാരം. ഉത്തരം ഓപ്ഷൻ സി പാരമ്പര്യ അവകാശം. ദൈവം അബ്രഹത്തിന് പാരമ്പര്യ അവകാശം നൽകിയത് എന്തുവഴിയാണ്? ഓപ്ഷൻ എ സന്ധി വഴി, ഓപ്ഷൻ ബി ഉടമ്പടി വഴി, ഓപ്ഷൻ സി വാഗ്ദാനം വഴി, ഓപ്ഷൻ ഡി വാഗ്ദാന ഉടമ്പടി വഴി. ഉത്തരം ഓപ്ഷൻ സി വാഗ്ദാനം വഴി. വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ എന്ത് നിമിത്തം നിയമം നൽകപ്പെട്ടു? ഓപ്ഷൻ എ തിന്മകൾ വഴി, ഓപ്ഷൻ ബി പാപങ്ങൾ വഴി, ഓപ്ഷൻ സി ദുഷ്ടതകൾ വഴി, ഓപ്ഷൻ ഡി ഉടമ്പടി വഴി. ഉത്തരം ഓപ്ഷൻ ബി പാപങ്ങൾ വഴി. ആരു വഴിയാണ് ഒരു മധ്യവർത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടത്? ഓപ്ഷൻ എ ദേവദൂതന്മാർ, ഓപ്ഷൻ ബി മാലാഖമാർ, ഓപ്ഷൻ സി ദൂതന്മാർ, ഓപ്ഷൻ ഡി സ്വർഗീയ ദൂതന്മാർ. ഉത്തരം ഓപ്ഷൻ എ ദേവദൂതന്മാർ. ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ ആര് വേണ്ടൂ? ഓപ്ഷൻ എ മധ്യസ്ഥൻ, ഓപ്ഷൻ ബി മധ്യവർത്തി, ഓപ്ഷൻ സി മാധ്യസ്ഥം പറയുന്നവൻ, ഓപ്ഷൻ ഡി മധ്യസ്ഥ വ്യക്തി. ഉത്തരം ഓപ്ഷൻ ബി മധ്യവർത്തി. ദൈവം ഡാഷ് ആണ്. ഓപ്ഷൻ എ ബലവാനാണ്, ഓപ്ഷൻ ബി സർവശക്തനാണ്, ഓപ്ഷൻ സി ഏകനാണ്, ഓപ്ഷൻ ഡി അരൂപിയാണ്. ഉത്തരം ഓപ്ഷൻ സി ഏകനാണ്. ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ എന്ത് തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു? ഓപ്ഷൻ എ യുക്തി, ഓപ്ഷൻ ബി നീതി, ഓപ്ഷൻ സി ന്യായം, ഓപ്ഷൻ ഡി വിധി. ഉത്തരം ഓപ്ഷൻ ബി നീതി. ആരിലുള്ള വിശ്വാസം വഴിയാണ് വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടത്? ഓപ്ഷൻ എ ക്രിസ്തു, ഓപ്ഷൻ ബി യേശു ക്രിസ്തു, ഓപ്ഷൻ സി യേശു, ഓപ്ഷൻ ഡി കർത്താവ്. ഉത്തരം ഓപ്ഷൻ ബി യേശു ക്രിസ്തു. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ
വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീരരാണെന്ന് ആര് പ്രഖ്യാപിച്ചു? ഓപ്ഷൻ എ സുവിശേഷം, ഓപ്ഷൻ ബി വിശുദ്ധ ഗ്രന്ഥം, ഓപ്ഷൻ സി സുവിശേഷ ഗ്രന്ഥം, ഓപ്ഷൻ ഡി നിയമഗ്രന്ഥം. ഉത്തരം ഓപ്ഷൻ ബി വിശുദ്ധ ഗ്രന്ഥം. എന്ത് ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയമത്തിന്റെ കാവലിൽ ആയിരുന്നു? ഓപ്ഷൻ എ പ്രത്യാശ, ഓപ്ഷൻ ബി വിശ്വാസം, ഓപ്ഷൻ സി ആത്മവിശ്വാസം, ഓപ്ഷൻ ഡി ദൈവവിശ്വാസം. ഉത്തരം ഓപ്ഷൻ ബി വിശ്വാസം. എന്ത് വെളിപ്പെടുന്നത് വരെ നിയന്ത്രണാതീതരായി കഴിയുകയും ചെയ്തു? ഓപ്ഷൻ എ പ്രത്യാശ, ഓപ്ഷൻ ബി വിശ്വാസം, ഓപ്ഷൻ സി ആത്മവിശ്വാസം, ഓപ്ഷൻ ഡി ദൈവവിശ്വാസം. ഉത്തരം ഓപ്ഷൻ ബി വിശ്വാസം. തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ആരുടെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു? ഓപ്ഷൻ എ ക്രിസ്തുവിൻ്റെ, ഓപ്ഷൻ ബി യേശു ക്രിസ്തുവിൻ്റെ, ഓപ്ഷൻ സി യേശുവിൻ്റെ, ഓപ്ഷൻ ഡി കർത്താവിൻ്റെ. ഉത്തരം ഓപ്ഷൻ എ ക്രിസ്തുവിൻ്റെ. തന്നിമിത്തം നമ്മൾ എന്തിനാൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു? ഓപ്ഷൻ എ സ്നേഹത്താൽ, ഓപ്ഷൻ ബി വിശ്വാസത്താൽ, ഓപ്ഷൻ സി നിയമത്താൽ, ഓപ്ഷൻ ഡി ന്യായത്താൽ. ഉത്തരം ഓപ്ഷൻ ബി വിശ്വാസത്താൽ. ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ ആർക്ക് അധീനരല്ല? ഓപ്ഷൻ എ നിയമത്തിന്, ഓപ്ഷൻ ബി പാലകന്, ഓപ്ഷൻ സി അന്ധകാര ശക്തിക്ക്, ഓപ്ഷൻ ഡി പിശാചിന്. ഉത്തരം ഓപ്ഷൻ ബി പാലകന്. ഗലാത്യ അധ്യായം 3 അവസാന ശീർഷകം എന്ത്? ഓപ്ഷൻ എ നിയമത്തിന്റെ ഉദ്ദേശം, ഓപ്ഷൻ ബി നിയമമോ വിശ്വാസമോ, ഓപ്ഷൻ സി പുത്രത്വവും അവകാശവും, ഓപ്ഷൻ ഡി നിയമവും വാഗ്ദാനവും. ഉത്തരം ഓപ്ഷൻ സി പുത്രത്വവും അവകാശവും. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങൾ എല്ലാവരും ആരാണ്? ഓപ്ഷൻ എ പുത്രന്മാരാണ്, ഓപ്ഷൻ ബി ദൈവമക്കളാണ്, ഓപ്ഷൻ സി ദൈവപുത്രന്മാരാണ്, ഓപ്ഷൻ ഡി ദത്തുപുത്രരാണ്. ഉത്തരം ഓപ്ഷൻ സി ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി എന്ത് സ്വീകരിച്ചിരിക്കുന്നു? ഓപ്ഷൻ എ മാമോദിസ, ഓപ്ഷൻ ബി സ്നാനം, ഓപ്ഷൻ ബി സ്നാനം, ഓപ്ഷൻ സി ജ്ഞാനസ്നാനം, ഓപ്ഷൻ ഡി ക്രിസ്തീയ സ്നാനം. ഉത്തരം ഓപ്ഷൻ ബി സ്നാനം. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ആരെ ധരിച്ചിരിക്കുന്നു? ഓപ്ഷൻ എ ക്രിസ്തുവിനെ, ഓപ്ഷൻ ബി യേശു ക്രിസ്തുവിനെ, ഓപ്ഷൻ സി കർത്താവിനെ, ഓപ്ഷൻ ഡി യേശുവിനെ. ഉത്തരം ഓപ്ഷൻ എ ക്രിസ്തുവിനെ. യഹൂദനെന്നോ ഗ്രീക്കാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും ആരിൽ ഒന്നാണ്? ഓപ്ഷൻ എ ക്രിസ്തുവിൽ, ഓപ്ഷൻ ബി യേശു ക്രിസ്തുവിൽ, ഓപ്ഷൻ സി കർത്താവിൽ, ഓപ്ഷൻ ഡി യേശുവിൽ. ഉത്തരം ഓപ്ഷൻ ബി യേശു ക്രിസ്തുവിൽ. ഗലാത്യ 3:28 എത്ര പേരെക്കുറിച്ച് പറയുന്നുണ്ട്? ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 4. ഉത്തരം ഓപ്ഷൻ എ 6. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ ആരുടെ സന്തതികളാണ്? ഓപ്ഷൻ എ ദൈവത്തിൻ്റെ, ഓപ്ഷൻ ബി യേശു ക്രിസ്തുവിൻ്റെ, ഓപ്ഷൻ സി അബ്രാഹത്തിൻ്റെ, ഓപ്ഷൻ ഡി ആദത്തിൻ്റെ. ഉത്തരം ഓപ്ഷൻ സി അബ്രാഹത്തിൻ്റെ. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. വാഗ്ദാനം അനുസരിച്ചുള്ള ഡാഷ് ആണ്. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ പുത്രന്മാരാണ്, ഓപ്ഷൻ ബി ദൈവമക്കളാണ്, ഓപ്ഷൻ സി അവകാശികളാണ്, ഓപ്ഷൻ ഡി ദൈവപുത്രരാണ്. ഉത്തരം ഓപ്ഷൻ സി അവകാശികളാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻസായി അറിയിക്കുകയും വേണം. ഈശോ നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.